ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ചമ്മന്തിപ്പൊടി. അപ്പോൾ ഞാനൊക്കെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രവാസികൾക്കും അല്ലെങ്കിൽ ദൂരദേശത്തേക്കൊക്കെ പോകുന്നവർക്ക് കുറേ നാൾ സൂക്ഷിച്ചുപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ചിരകിയ തേങ്ങ അതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇവിടെ ഞാനൊരു 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ, ഇത് നമ്മൾ ഇത്രയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും അത് ഉണ്ടാക്കി വരുമ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കണം. ഇതിപ്പോൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൽ എത്ര വേണമെങ്കിലും കറിവേപ്പില നമുക്ക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള അത്ര ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഇളക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത്, കുറേ നേരം ഇളക്കേണ്ടി വരും. ഓക്കെ. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയാണെങ്കിൽ ലാസ്റ്റിൽ ഇടാവും. കുരുമുളക് അല്ലാതെ ഇതുപോലെയുള്ളതാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ഇതിപ്പോൾ തേങ്ങ ഇങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കേണ്ട. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാം അളവ് കുറഞ്ഞോളും. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ തീരെ കുറവായിരിക്കും. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ പ്രവാസികളും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. പോകുമ്പോൾ ഇത് കുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ചോറോ കഞ്ഞിയോ എന്തെങ്കിലും വെച്ചാലും ഇതൊരു സൈഡായിട്ട് കൂട്ടുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങളൊക്കെ നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിലിട്ടിരിക്കുന്ന കറിവേപ്പില അതേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞു വരും. അപ്പോൾ ആ ഒരു ഫൈനൽ സ്റ്റേജ് എത്താറാവുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് വാളൻ പുളിയും പിന്നെ ഞാനൊരു 3-4 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് എരിവ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ടുന്നതനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ മുളക് പൊടിയും വാളൻപുളിയും ചേർത്തു. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുക. കായം അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല, പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം പിന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്. തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം.
അതിനുശേഷം ഒരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റി പൊടിച്ചെടുക്കാം.